ഇതിന് മാത്രമായി എൻ്റെ സമയം പാഴാക്കേണ്ടിയിരുന്നില്ല, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ സ്വപ്നം സങ്കീർണമായ ഒന്നായിരുന്നു എന്ന്. ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഏറ്റവും അസാധാരണമായി തീരുക. ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയൂ. എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്, കൈരേഖ വായിക്കലും മറ്റും. ശരി, ഞാൻ എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാകൂ. അവയെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ പെൺമക്കൾ തരുന്നതും കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ട ഗതികേട് വന്നത്. പക്ഷേ എനിക്ക് ഈജിപ്റ്റ് വരെ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രതിഫലം തരേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. കൂലി കിട്ടാത്ത വേല എനിക്ക് പുത്തിരിയുമല്ല. അത്രയും പറഞ്ഞവർ എഴുന്നേറ്റു. വേണ്ടതിലധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞുവെന്ന് പിറുപിറുത്തുകൊണ്ട്. അവന് വല്ലാത്ത നിരാശ തോന്നി. വിചാരിച്ച പോലെയൊന്നും നടന്നില്ലല്ലോ. വെറുതെ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥവും തേടി നടക്കുന്ന താൻ എത്ര വിഡ്ഢി. സ്വപ്നങ്ങളിൽ ഇനി ഒരിക്കലും താൻ ഇനി വിശ്വാസമർപ്പിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു. ചെയ്തു തീർക്കാനുള്ള 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു ചങ്ങാതിയുടെ ആലയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. നല്ലൊരു ഊണ് കഴിച്ചു. വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുത്തു. നല്ല കനമുള്ളതൊന്ന് തന്നെ ഇത്തവണ കയ്യിൽ തടഞ്ഞു. നല്ല ചൂടുള്ള പകൽ. അങ്ങാടിക്കരികെ തന്നെ അല്പം തുറന്നൊരു സ്ഥലത്ത് ഒഴിഞ്ഞൊരു ബഞ്ച് കണ്ടെത്തി അവൻ ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തെ വാങ്ങിവെച്ച പുതിയ വീഞ്ഞു കുപ്പി തുറന്നു. സ്വാദോടെ മെല്ലെ നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. അവൻ ആ പട്ടണത്തിൽ പരിചയക്കാരായ ധാരാളം പേരുണ്ടായിരുന്നു. ഈ തൊഴിലിൻ്റെ ഗുണമാണത്. എന്നും എപ്പോഴും ഒരേ ആളുടെ തന്നെ കൂട്ട് എന്ന മടുപ്പ് വേണ്ട. സെമിനാരിയിൽ വെച്ച് അതായിരുന്നു ശല്യം. എവിടേക്ക് തിരിഞ്ഞാലും കണ്ടുപഴകിയ അതേ മുഖങ്ങൾ. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അടിമുടി അറിയാം. അന്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ നേരെയാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം. എന്നാൽ സ്വയം നേരെയാകാനോ? അതിനൊട്ട് താൽപ്പര്യവുമില്ല. തൻ്റെ ഇഷ്ടത്തിനൊത്ത് ചങ്ങാതിയെ വളച്ചെടുക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ഇനി 3 ദിവസം കൂടിയേ വേണ്ട. അവൻ ആ കച്ചവടക്കാരൻ്റെ മകളുടെ അടുത്തെത്തുകയായി. കയ്യിലിരുന്ന പുസ്തകം നിവർത്തി അവൻ വായിക്കാൻ തുടങ്ങി. ഒരു ശവമടക്കലിൻ്റെ വിവരണമാണ് ആദ്യത്തെ പേജിൽ തന്നെ. ഒരു പാഠകഥാപാത്രങ്ങൾ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല പുസ്തകം എഴുതുക, അവൻ വെറുതെ വിചാരിച്ചു. കഥാപാത്രങ്ങളെ ഒരുമിച്ചല്ല, ഓരോരുത്തരെയായി അവതരിപ്പിക്കൂ. ഒരുപാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചു വയ്ക്കേണ്ടതിൻ്റെ ക്ലേശം വായനക്കാരന് നൽകുകയില്ല. വഴിവിട്ടുപോയ ശ്രദ്ധ. അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു. ക്രമേണ അവന് വായനയിൽ രസം പിടിച്ചു വന്നു. മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഉച്ച നേരത്താണ് ശവമടക്കൽ നടക്കുന്നത്. തണുപ്പിനെപ്പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിറും. അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന്. അവൻ അങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവൻ്റെ അരികിൽ വന്ന് ഇരിപ്പ് പിടിച്ചു. ഒരു വർത്തമാനത്തിനുള്ള തരവും പാത്താണ് അയാളുടെ ഇരിപ്പ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? പ്ലാസയിലെ ആളുകളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചു. പണിയെടുക്കുന്നു. പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ബാലൻ മറുപടി പറഞ്ഞു. വായനയ്ക്ക് ഉപദ്രവമുണ്ടാക്കും വിധം തുടർന്ന് സംസാരിക്കേണ്ട എന്ന ചെറിയൊരു താക്കീതുമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. വാസ്തവത്തിൽ അവൻ്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരൻ്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ മുമ്പിൽ വെച്ച് ആടുകളെ ഓരോന്നിനെയായി നീക്കി നിർത്തി കമ്പിളി വെട്ടിക്കൊടുക്കുന്ന കാര്യം അവൻ സങ്കല്പിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരുവനാണ് താനെന്ന കാര്യം അവൾ മനസ്സിലാക്കണം. അവൻ പലതവണ മണക്കണ്ണിൽ കണ്ടതാണ് ആ രംഗം. ഓരോ തവണയും ആടിൻ്റെ രോമം മുറിക്കുന്നത് പിന്നിൽ നിന്ന് മുമ്പിലേക്കാണെന്നവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപരതന്ത്രയാവുന്നത് കാണാൻ രസമായിരുന്നു. പണിക്കിടയിൽ അരികിൽ നിൽക്കുന്ന അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രസമുള്ള ചില കഥകളും അവൻ ഓർത്തുവെച്ചു. ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയ കഥകളാണ്. എന്നാലും സ്വന്തം അനുഭവമാണെന്ന മട്ടിൽ തന്മയത്വത്തോടുകൂടി പറയണം. വ്യത്യാസമൊന്നും അവൾക്ക് പിടികിട്ടുകയില്ല. വല്ലാത്ത ദാഹം, എന്തെങ്കിലും കുറച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ. അടുത്തിരുന്ന വൃദ്ധൻ വീണ്ടും തുടങ്ങി. അവൻ്റെ വീഞ്ഞു കുപ്പിയിലായിരുന്നു അയാളുടെ നോട്ടം. ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന ഭാവത്തിൽ അവൻ അയാൾക്ക് നേരെ നീട്ടി. അങ്ങനെയെങ്കിലും അയാളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ. ആ വയസ്സനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അയാളവനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. വായിക്കുന്ന പുസ്തകം എന്താ അതിൻ്റെ പേര്? ഇതെന്തൊരു സ്വൈരക്കേട്. എന്തെങ്കിലും മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയിരുന്നാലോ? വേണ്ട വേണ്ട,
അത് തെറ്റാവും. തൻ്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, മുതിർന്നവരോട് എപ്പോഴും ആദരവ് കാട്ടണമെന്ന്. അവൻ പുസ്തകം അയാളുടെ മുമ്പിലേക്ക് നീട്ടി. അതവൻ്റെ സൂത്രമായിരുന്നു. മനസ്സിൽ 2 കാര്യം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഉച്ചരിക്കാൻ വിഷമമുള്ള വികടം പിടിച്ചൊരു പേരായിരുന്നു പുസ്തകത്തിന്. വേണമെങ്കിൽ വയസ്സൻ തന്നെത്താൻ വായിച്ചെടുത്തോട്ടെ. അഥവാ വായിക്കാൻ അറിയില്ലെങ്കിൽ ഒരുപക്ഷെ നാണം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലോ. 2 ഗുണം തനിക്ക് തന്നെ. സാധാരണ വസ്തു എന്നോണം പുസ്തകം ആകെപ്പാടെ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി അയാൾ പറഞ്ഞു, ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെ, പക്ഷേ വലിയ രസമില്ല. അവൻ അത്ഭുതം തോന്നി. അല്ല, ഇയാൾക്ക് വായിക്കാനറിയാം. ഈ പുസ്തകം വായിച്ചിട്ടുമുണ്ട്. ഇയാൾ പറയുന്നത് പോലെ പുസ്തകം വിരസമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കണം. സമയം ധാരാളമുണ്ട്. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണമൊന്നുമില്ല. ആരോടെന്നില്ലാതെയാണ് അയാളത് പറഞ്ഞത്. എല്ലാ പുസ്തകത്തിലും പറയുന്നത് തന്നെ ഇതിലും. സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യന്റെ കഴിവ് കേട്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യയാണെന്ന സിദ്ധാന്തവും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ ഏതാണ്? ആശ്ചര്യഭരിതനായി അവൻ ചോദിച്ചു. ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യന് അവനവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാതിരിയാക്കാനാണ് എൻ്റെ മാതാപിതാക്കൾ ആശിച്ചത്. പക്ഷേ ഒരു ആട്ടിടയനാവാൻ ഞാൻ തീരുമാനിച്ചു. നന്നായി, അല്ലെങ്കിലും ഊരു ചുറ്റാനാണല്ലോ നിനക്ക് താല്പര്യം. വയസ്സൻ്റെ വാക്കുകൾ അവന് വല്ലാത്ത അതിശയം തോന്നി. തൻ്റെ മനസ്സിലുള്ളത് ഇയാൾ അറിഞ്ഞതെങ്ങനെ? അവൻ സ്വയം പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറച്ചു നോക്കുകയായിരുന്നു. അത് ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ടാത്തതുപോലെ. അയാളുടെ വളരെ വിചിത്രമായ വസ്ത്രധാരണം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരു അറബിയെപ്പോലിരുന്നു. ആ ഭാഗങ്ങളിൽ അത് അസാധാരണമല്ല. ടെരീഫയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഏതാനും മണിക്കൂർ നേരത്തെ യാത്ര മതി. ഇടുങ്ങിയ കടലിടുക്ക് ബോട്ട് വഴി താണ്ടുകയേ വേണ്ടൂ. ഷോപ്പിംഗ് നടത്തിക്കൊണ്ടും അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ പലവുരു ചൊല്ലിക്കൊണ്ടും അറബികളെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ അന്വേഷിച്ചു. പലയിടത്തു നിന്നും എന്നു പറയാം, വൃദ്ധന്റെ മറുപടി. പലയിടത്തു നിന്നുമായി ഒരാൾക്ക് വരാനൊക്കുകയില്ലല്ലോ, ബാലൻ പറഞ്ഞു. ഞാനൊരു ആട്ടിടയനാണ്. പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വന്നത് ഒരേയൊരിടത്തുനിന്ന് മാത്രമാണ്. ഒരു പൗരാണിക കൊട്ടാരത്തിനടുത്തുള്ള ഒരു നഗരത്തിൽ നിന്ന്. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഓ, അങ്ങനെയാണെങ്കിൽ പറയാം, ഞാൻ ജനിച്ചത് സലേമിലാണ്. സലേം എവിടെയാണെന്ന് അവന് രൂപമില്ലായിരുന്നു. എന്നാലും ചോദിക്കാൻ മുതിർന്നില്ല. തനിക്കിത്രയും കൂടി വിവരമില്ലേ എന്നയാൾക്ക് തോന്നിയാലോ? അവൻ അപ്പുറത്തെ കവലയിലേക്ക് നോട്ടം തിരിച്ചു. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോരോ തിരക്ക്. സലേം അല്ലേ? സ്ഥലം എങ്ങനെ? കൊള്ളാമോ? വയസ്സിനെക്കുറിച്ച് ഉള്ളിലുയർന്ന ജിജ്ഞാസ അധിക നേരം അടക്കി നിർത്താൻ അവനായില്ല. ഓ, അത് എന്നത്തെയുമൊക്കെ പോലെ തന്നെ, ഒരൊഴുക്കൻ മട്ടിലയാൾ മറുപടി പറഞ്ഞു. പക്ഷേ അതവനെ തൃപ്തനാക്കിയില്ല. എവിടെയാണ് ഈ സലേം? ഇങ്ങനെ ഒരു പേര് ഇതുവരെ താൻ കേട്ടിട്ടില്ലല്ലോ. ആൻഡലൂസിയയിലാകാൻ തരമില്ല. എങ്കിൽ താൻ അറിയാതിരിക്കുമോ? അവിടെ എന്തെടുക്കുന്നു? ഞാനോ? സലേമിൽ എന്തെടുക്കുന്നുവെന്നോ? നല്ല കഥ. ഞാൻ അവിടുത്തെ രാജാവാണ്. ഇത് നല്ല ഭ്രാന്ത്. അങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞതേയുള്ളൂ. ചിലപ്പോൾ ചിലതങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറയും. കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പം. ഇതിലും ഭേദം ആടുകളുടെ കൂട്ടാണ്. ഒന്നും മിണ്ടാതെ നടന്നോളല്ലോ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങളാവാം, പറ്റിയ ചങ്ങാതിമാർ. പറയുന്ന കഥകൾ വിചിത്രങ്ങളാകാം, പക്ഷേ കേട്ടേ കഴിയൂ എന്ന ഗതികേടില്ലല്ലോ. വേണ്ടെന്ന് തോന്നിയാൽ പുസ്തകം അടച്ചു മാറ്റിവെക്കുകയല്ലേ വേണ്ടൂ. എൻ്റെ പേര് മെൽഷിഡേക്ക് എന്നാണ്. ആട്ടെ, നിനക്ക് സ്വന്തമായി മൊത്തം എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. ഒട്ട് കനത്തിലായിരുന്നു അവൻ്റെ മറുപടി. ഇയാൾ എന്താ തന്നെ പരീക്ഷിക്കുകയാണോ? ഓ, അങ്ങനെയാണോ? നിനക്ക് ആവശ്യത്തിനുള്ള ആടുകളുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നിന്നെ സഹായിക്കുവാൻ എന്നെക്കൊണ്ടാവില്ല. അവന് ദേഷ്യം വന്നു. ഇയാളോട് താൻ സഹായമൊന്നും ആവശ്യപ്പെടുകയുണ്ടായില്ലല്ലോ. മറിച്ച് ഇയാൾ തന്നെയല്ലേ ദാഹമുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് വീഞ്ഞു വാങ്ങിക്കുടിച്ചത്. വർത്തമാനം തുടങ്ങിയതും ഇയാൾ തന്നെ. ആ പുസ്തകം നന്നേക്കൂ, എനിക്ക് പോകാറായി. അവൻ തൻ്റെ നീരസം മറച്ചുവെച്ചില്ല. അവിടെ ചെന്ന് ആടുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് 10-1 ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്നാൽ നീ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം.
പെട്ടെന്ന് അവന് തൻ്റെ സ്വപ്നം ഓർമ്മ വന്നു. അതോടെ കാര്യത്തിൻ്റെ കിടപ്പും മനസ്സിലായി. സ്വപ്നത്തിൻ്റെ ഫലമറിയാൻ താൻ ചെന്ന് കണ്ട ആ ജിപ്സി തള്ളയുടെ ഭർത്താവായിരിക്കണം ഈ കിഴവൻ. രണ്ടുപേരും ചേർന്നുള്ള ഒരു ഒത്തുകളി, തന്നെ പറ്റിക്കാൻ. ഭാര്യ പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ ഭർത്താവിനെ പിന്നാലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുതലും പലിശയും കൂടി ഈടാക്കാനാകും ഭാവം. ആട്ടിൻപറ്റത്തിൻ്റെ 10-1 പോലും. എന്താ ഒരു മോഹം! പക്ഷേ അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ ഇട കിട്ടിയില്ല. അതിനു മുമ്പേ താഴെ കിടന്നിരുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിൽ എന്തോ എഴുതാൻ തുടങ്ങി. മുമ്പോട്ടാഞ്ഞ അയാളുടെ നെഞ്ചിൽ നിന്ന് കണ്ണഞ്ചിക്കുന്നൊരു പ്രകാശം. എന്താണതെന്ന് വ്യക്തമായില്ല. ആ വല്ലാത്ത വെളിച്ചത്തിൽ ഒരു നിമിഷം കണ്ണ് കാണാതായി. അതിനിടയിൽ തൻ്റെ കുപ്പായം 2 കൈകൊണ്ടും കൂട്ടിപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ചടുലതയോടെ അയാളത് മൂടിക്കളഞ്ഞു. മെല്ലെ കണ്ണു തുറന്നവൻ നോക്കി. താഴെ മണലിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വ്യക്തമായി വായിക്കാം. ഇതെന്തത്ഭുതം! ഇവിടെ അപരിചിതമായ ഈ ചെറിയ പട്ടണത്തിലെ ചന്തത്തെരുവിലുള്ള മണലിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവൻ്റെ ഹൃദയം കവർന്ന ആ സുന്ദരി പെണ്ണിൻ്റെ പേര്. പിന്നെയും ഒരു പിടി കാര്യങ്ങൾ, ആരോടും അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ. ഞാൻ സലേമിലെ രാജാവാണ്. ആ വൃദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങേപ്പോലൊരു രാജാവ് എന്നെപ്പോലെ വെറുമൊരു ആട്ടിടയനോട് സംസാരിക്കുകയോ? അവൻ്റെ വാക്കുകളിൽ ആദരവ്, സങ്കോചം. അതിന് കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് നീ സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് തന്നെ. സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? അതെന്താണ്? അവനെന്താണ്? അവൻ്റെ സ്വരത്തിൽ എന്തോ പിടികിട്ടായി. നീ ഉള്ളിൻ്റെ ഉള്ളിൽ മോഹിച്ചിരുന്നതെന്തോ അത്. കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമാർന്ന സ്വപ്നങ്ങളും ആശകളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിലക്കുകൾ. ഇതൊന്നും സഫലമാകാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടികളുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കൽപ്പിക്കാം, മോഹിക്കാം. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ? വയസ്സൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാക്കാനായില്ല. എന്നാലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് ആ കച്ചവടക്കാരൻ്റെ മകളുടെ മുമ്പിൽ വെച്ച് കാച്ചണം. എന്തായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്? ആ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായകമായും ഭവിക്കുന്നു. അതവൻ്റെ ഇച്ഛയെ, ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നോ? ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്തുപാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം. കുറേ യാത്ര ചെയ്യണം, പിന്നെ ആ കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയ്ക്കൊക്കെ ഉള്ളുവെങ്കിലും, അതെ, അജ്ഞാതമായ ആ നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാത്തതിനു കൂടി അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ ബാധിക്കുന്നു. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്നു മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്ന ഏതാനും നിമിഷങ്ങൾ. നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെയും നോക്കി അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. നീ ആട്ടിൻപറ്റത്തെ മേച്ച് നടക്കുന്നത് എന്തിനാണ്? മൗനം ഭഞ്ജിച്ചത് വൃദ്ധനായിരുന്നു. കറങ്ങി നടക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. ദാ, ആ നിൽക്കുന്ന ആൾക്കും കുട്ടിക്കാലത്തെ മോഹം യാത്ര ചെയ്യാനായിരുന്നു. അപ്പുറത്ത് തെരുവിൻ്റെ ഒരു കോണിൽ സ്വന്തം ബേക്കറിയുടെ ജനലരികിൽ നിന്നിരുന്ന കടക്കാരൻ്റെ നേരെ അയാൾ വിരൽ ചൂണ്ടി. പക്ഷേ ഒട്ടു മുതിർന്നപ്പോൾ അയാൾ നിശ്ചയിച്ചു, ആദ്യം ഈ ബേക്കറി കച്ചവടം തുടങ്ങാം, പിന്നെ കുറച്ച് സമ്പാദ്യമൊക്കെയായി സാവധാനമാകാം യാത്ര. വയസ്സായി തിരക്കൊക്കെ ഒഴിയുമ്പോൾ ആഫ്രിക്കയിലേക്ക് പോകണം. 1 മാസമെങ്കിലും അവിടെ ചെലവഴിക്കണം. അയാളുടെ ഇപ്പോഴത്തെ ആശ അതാണ്. പക്ഷേ അയാൾക്കറിഞ്ഞുകൂടാ, കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്കെന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും ഉത്കടമായ മോഹം വേണമെന്നു മാത്രം. വെറുതെ യാത്ര ചെയ്യാനാണ് മോഹമുണ്ടായിരുന്നതെങ്കിൽ അയാൾക്കൊരു ആട്ടിടയനായാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു.
തുടക്കത്തിൽ അയാൾക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഒരു ബേക്കറിക്കാരന്റെ വില ആട്ടിടയനില്ലല്ലോ. ഇടയന് സ്വന്തമായൊരിടമുണ്ടോ? ആട്ടിൻപറ്റത്തെയും കൊണ്ട് അലഞ്ഞു നടക്കലല്ലേ? ബേക്കറിക്കാരന്റെ സ്ഥിതി അതല്ലല്ലോ. സ്ഥിരമായ സ്വന്തമായൊരു പാർപ്പിടം. അങ്ങനെയുള്ളൊരാളുടെ കയ്യിലല്ലേ ഏതച്ഛനമ്മമാരും സ്വന്തം മകളെ ഏൽപ്പിക്കൂ. ആരോ ഒരു മുള്ളെടുത്ത് അവന്റെ മനസ്സിൽ കുത്തിയതുപോലെ പെട്ടെന്ന് അവന് വല്ലാതെ നൊന്തു. അവന്റെ പട്ടണത്തിലും ഇതുപോലൊരു ബേക്കറിക്കാരനുണ്ടായിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അവനവന് പറ്റിയതെന്ന് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്നു. അതോടെ സ്വന്തം നിയോഗങ്ങൾ കൈവിട്ടു പോകുന്നു. ബേക്കറിക്കാരൻ, ആട്ടിടയൻ. അവരെപ്പറ്റി പൊതുജനങ്ങൾക്കുള്ള മതിപ്പ്, അഭിപ്രായം, ശ്രദ്ധ മുഴുവൻ ആ വക കാര്യങ്ങൾ പിടിച്ചുപറ്റുന്നു. വൃദ്ധനിടയ്ക്കൊന്ന് നിർത്തി. വീണ്ടും കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം തുറന്ന് താളുകൾ മറിക്കാൻ തുടങ്ങി. ഏതോ ഒരു പേജ് പ്രത്യേകമായി എടുത്തു നിവർത്തി. പിന്നെ വായിക്കുന്നതിലായി ശ്രദ്ധ. കുറച്ചുനേരം അവൻ ക്ഷമയോടെ കാത്തിരുന്നു. തെല്ല് മടുക്കുന്നു എന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് കയറി ചോദിച്ചു. കുറേ മുൻപ് അയാളും അതുതന്നെയായിരുന്നല്ലോ ചെയ്തത്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാണ്? നീ സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞത്. നീ നിന്റെ ശ്രമം ഇവിടെ വെച്ചേ ഉപേക്ഷിച്ച് കളയുമോ എന്നെനിക്കൊരു ഭയം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ പ്രത്യക്ഷപ്പെടുമോ? എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മറ്റു ചിലപ്പോൾ മറ്റേതെങ്കിലും വിധത്തിലായെന്നും വരാം. ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടാകാം. അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു യുക്തിയുടെ രൂപത്തിലാകാം. ഇടയ്ക്ക് വഴിയിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുത്തുകൊണ്ടാകാം. ഏതായാലും നിർണായകമായ ഘട്ടങ്ങളിൽ പല വിധത്തിൽ, പല രൂപത്തിൽ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള സാവകാശം മനുഷ്യർക്കില്ലല്ലോ. തലയാഴ്ച ഒരു ഗണനക്കാരന്റെ മുമ്പിൽ ഒരു ഉരുളൻ കല്ലായി താൻ പ്രത്യക്ഷപ്പെട്ട കഥ വൃദ്ധൻ വിവരിച്ചു. എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് ആ ഗണനക്കാരൻ മരതകക്കല്ലുകൾ ഖനനം ചെയ്യാൻ തുടങ്ങിയത്. ഏതോ ഒരു പുഴയോരത്ത്. 5 കൊല്ലം തികച്ചും അയാൾ അധ്വാനിച്ചു. മരതകം കണ്ടെത്താനായി ഓരോ കല്ലും പൊറുക്കിയെടുത്ത് പരിശോധിച്ചു. അവസാനം വിജയത്തിന്റെ വക്കത്തെത്തി നിൽക്കവേ അടുത്ത ഒരു കല്ലുകൂടി പരിശോധിച്ചാൽ മതി. അയാളുടെ അതുവരെയുള്ള പരിശ്രമം സഫലമാകും. അതിനുള്ളിനുള്ള സാവകാശമുണ്ടായില്ല. അപ്പോഴേക്കും മടുത്തു, നിരാശനായി. തിരച്ചിൽ മതിയാക്കി മടങ്ങിപ്പോകാൻ അയാൾ തീരുമാനിച്ചു. ആ നിമിഷത്തിലാണ് ഈ വയസ്സൻ രംഗപ്രവേശം ചെയ്തത്. പാവം, സഹായിക്കാതെ കഴിയുമോ? സർവസ്വവും ഉപേക്ഷിച്ച് ഇതുമാത്രമാണ് തൻ്റെ വഴി എന്നുറപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ഒരുവനെ കൈവിടുന്നതെങ്ങനെ? സ്വയം ഒരു കല്ലായി വയസ്സൻ ആ പാവത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് ഉരുണ്ടു പിരണ്ടെത്തി. യാതൊരു പ്രയോജനവുമില്ലാതെ 5 കൊല്ലം മുഴുവൻ അധ്വാനിക്കേണ്ടി വന്നതിൻ്റെ അമർഷം, നിരാശ. അയാൾ ആ കല്ലെടുത്ത് ആഞ്ഞുരേറുകൊടുത്തു. അത് ഊക്കോടെ ചെന്നു വീണത് മറ്റൊരു കല്ലിൽ. അതോടെ അത് പിളർന്ന് 2 കഷ്ണമായി. അപ്പോഴുണ്ട് അതിനകത്ത് അതിമനോഹരമായൊരു മരതകം. ഇത്രയും ഭംഗിയുള്ളൊരു രത്നം ഇതിനു മുമ്പാരും കണ്ടിരിക്കാനിടയില്ല. മനുഷ്യൻ ജീവിതാരംഭത്തിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ്. പക്ഷേ എന്തുകൊണ്ടോ വളർന്ന് വലുതാകുമ്പോഴേക്കും ആ ബോധം അവന് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണാവോ ഇങ്ങനെ? വയസ്സൻ്റെ വാക്കുകൾക്ക് ഒരു പരാതിയുടെ മട്ടുണ്ടായിരുന്നു. അവന് തോന്നി, ഇതാണ് പറ്റിയ സമയം. താൻ കണ്ടെത്താൻ പോകുന്ന നിധിയെക്കുറിച്ച് അയാൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അയാൾ പറഞ്ഞു തരുമെങ്കിൽ. അവന് തെറ്റിയില്ല. അവൻ്റെ ചോദ്യത്തിനുത്തരമായി അയാൾ പറഞ്ഞു, മറഞ്ഞുകിടക്കുന്ന നിധി വെളിയിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ജലപ്രവാഹമായിരിക്കും. അതേ പ്രവാഹം തന്നെ അതിനെ മറച്ചു വച്ചിരിക്കുന്നു. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പക്ഷേ പ്രതിഫലമായി നിന്റെ ആടുകളിൽ 10-1 എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഭാഗം. നിധി കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനു മുൻപേ അത് പങ്കുവെക്കാമെന്ന് വാക്കുകൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്തത് ശരിയായില്ല എന്ന ധ്വനി കലർന്നിരുന്നു ആ വാക്കുകളിൽ. ഇങ്ങനെ പോയാൽ എന്തെങ്കിലും തേടിയെടുക്കണം എന്ന ഉത്സാഹം തന്നെ ഇല്ലാതെയാകും. തനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഒരു ജിപ്സി തള്ളയ്ക്ക് കൊടുത്തേക്കാമെന്ന് താൻ വാക്കുകൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അയാളോട് പറഞ്ഞു. അസ്സലായി. അല്ലെങ്കിലും ഇനി ഒരാളുടെ കയ്യിലുള്ളത് തട്ടിയെടുക്കാൻ അവരെപ്പോലെ സാമർഥ്യം ആർക്കുണ്ട്? ഏതായാലും ഇപ്പം മനസ്സിലായില്ലേ, എല്ലാത്തിനും അതിൻ്റേതായൊരു വിലയുണ്ടെന്ന്. ആർക്കുമൊന്നും വെറുതെ കിട്ടുന്നില്ല. പ്രകാശത്തിൻ്റെ പോരാളികൾ പഠിപ്പിക്കുന്ന പാഠമതാണ്.
നീന്തൊരു നെടുവീർപ്പോടെ അയാൾ അവനെ പുസ്തകം തിരിച്ചേൽപ്പിച്ചു. നാളെ ഇതേ സമയത്ത് നിന്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ 10 ഭാഗവുമായി ഇവിടെ തന്നെ വന്നു നിൽക്കണം. നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് പിരിയാം. അവൻ നോക്കി നിൽക്കെ കവലയിലെ വളവ് തിരിഞ്ഞ് അയാൾ നടന്നു മറഞ്ഞു.